ഇവിടെ ഞാൻ കത്രി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മീൻ കട്ട് ചെയ്യുക അല്ലെങ്കിൽ മീൻ ക്ലീൻ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പം ഏത് മീനായാലും അപ്പോൾ ഒരുവിധം ചെറിയ മീനുകളുടെ കാര്യം പറയണം, ഏറ്റവും വലിയ മീനിൻ്റെ കാര്യമല്ല പറയുന്നത്. ചെറിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ചതമ്പലുള്ളതാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ചതമ്പലൊക്കെ വേഗം പോവും. അപ്പോൾ ആദ്യം തന്നെ ഈ സൈഡിലുള്ള ഭാഗം ഇതേപോലെ കത്രി കൊണ്ട് കട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ കത്രി കൊണ്ട് തന്നെ നമ്മൾ കത്തി ഉപയോഗിക്കാണ്ട് തന്നെ കത്രിയോടെ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ചതമ്പൽ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് കത്തിയൊന്നും ഇല്ലാതെ തന്നെ ഇതേപോലെ നമുക്ക് ചതമ്പൽ കളയാൻ പറ്റും. കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ രണ്ട് ഭാഗവും നമുക്ക് കളയാം. ഒത്തിരി നേരം വെള്ളത്തിലിടാണെങ്കിൽ ചതമ്പൽ വളരെ ഈസി ആയിട്ട് പോവും. ഫ്രിഡ്ജിൽ വെക്കുന്ന മീനാണെങ്കിലും കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, വെള്ളത്തിലിടാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ചതമ്പലൊക്കെ ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ ഒത്തിരി പ്രയാസമായിരിക്കും ഇത്. കാരണം ഇതേപോലെ ചതമ്പൽ കളയാം. പിന്നെ കത്രി കൊണ്ട് ഇതിൻ്റെ വാല് മുറിച്ച് കളയാം. അതിനുശേഷം നമ്മൾ ഈ തലയുടെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്തില്ലെങ്കിലും എന്നിട്ട് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കുടലിൻ്റെ വയറിൻ്റെ ഭാഗം കട്ട് ചെയ്യാം. ഈ കത്രികയുടെ ഈ ഭാഗം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കുടലൊക്കെ നമുക്ക് ഇതേപോലെ എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു കത്തിയുടെ ആവശ്യം വരുന്നില്ല മീൻ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഈ ഭാഗവും കളയാം. അതിനുശേഷം ഇതൊന്നും കളയേണ്ട കാര്യമില്ല, ഈ ഭാഗത്ത് ചറുകൊന്നും കളയേണ്ട കാര്യമില്ല. നമ്മൾ തല കട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അത് പോയിക്കോളും. ഇതേപോലെ ഈ ഭാഗം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മീൻ്റെ ചതമ്പൽ കളയാൻ പറ്റും. ആദ്യമൊക്കെ ഞാൻ ഇതേപോലെ കളഞ്ഞിട്ട് കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് കളഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ തോന്നി എനിക്ക് കത്രി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ ചതമ്പൽ കളയാൻ പറ്റും. നമുക്ക് എന്നിട്ട് കളഞ്ഞ ശേഷം ഇത്തിരി ഉപ്പും വിനീഗറും ചേർത്തിട്ട് ഇത് കഴുകിയെടുക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് ഇത് ചതമ്പലൊക്കെ പോയി വളരെ നീറ്റായിട്ടിരിക്കും. ഇതേപോലെ കളഞ്ഞിട്ട് ഈ തലയുടെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്യുക. അതിന് ശേഷം ഈ വയറിൻ്റെ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്യുക. കത്രിക ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കുടലൊക്കെ നമുക്ക് ഇതേപോലെ എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കത്രി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മീൻ ക്ലീൻ ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ ചാളയും ഞാനിവിടെ കത്രി ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേയും കൂടി കത്തി കൊണ്ട് നന്നാക്കുന്നതിനേക്കാൾ കുറേ കൂടി നല്ല വൃത്തിയായിട്ട് നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വാള കട്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ചാളയെ കൂടി ഒന്ന് കാണിക്കാം കത്രി കൊണ്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ഒന്നിച്ച് കാണിക്കുകയാണ്. അപ്പോൾ അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു.